മയ്യിത്ത് നമസ്കാരത്തിലെ സൊഫിലും നമ്മൾ ചില സുന്നത്തുകൾ പാലിക്കാണ്. ഇപ്പൊ രണ്ട് പുരുഷന്മാർ ളുഹ്ർ നിസ്കരിക്കുകയാണെന്ന് നിൽക്കും. അപ്പൊ അതിൽ ഒരാൾ കൂടുതൽ അറിവുള്ള ഒരാൾ അല്ലെങ്കിൽ പ്രായം കൊണ്ടുള്ള ഒരാൾ ഇമാമ് നിൽക്കും. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് തന്നെ ഒരു മഅ്മൂം എന്ന നിലക്ക് വലതുഭാഗത്ത് നിൽക്കും. എന്നാൽ അതേ രണ്ടാളുകൾ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമൊക്കെ ആണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിലോ അപ്പോഴത്തെ ഹുക്കുമ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ളുഹ്റോ അസ്റോ എന്നീ ഫർളായ നമസ്കാരം നിസ്കരിക്കും പോലെയാണ്. ഒരു ഭാര്യയും ഭർത്താവും ളുഹ്ർ നിസ്കരിക്കുകയാണ്. ഭർത്താവ് ഇമാമുക്കും, ഭാര്യ ഭർത്താവിന്റെ നേരെ പിന്നിൽ സൊഫിൽ നിൽക്കും. ഭർത്താവിനോട് ചാരി നിൽക്കാൻ അവിടെ പറ്റൂല. ഭാര്യയാണല്ലോ എന്ന് കരുതി ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഭർത്താവ് ഇമാമിന്റെ നേരെ പിന്നിൽ ഭാര്യയായ സ്ത്രീ നിൽക്കണം. ഇതേ ഹുക്കുമാണ് രണ്ട് പുരുഷന്മാർ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ. ഒരാൾ ഇമാമ് നിൽക്കുന്നു, നേരെ പിന്നിൽ ഇമാം നിൽക്കണം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ച് നമസ്കരിച്ച നമസ്കാരത്തിൽ അബൂ ത്വൽഹയും ഉമ്മു ത്വൽഹയും മാത്രമേ ഉണ്ടായിരുന്നു. അബൂ ത്വൽഹയും ഉമ്മു ത്വൽഹയും, അബൂ ത്വൽഹയുടെ ഭാര്യ ഉമ്മു ത്വൽഹ, മകൻ മരിച്ചു കിടക്കുക. അവിടെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിന്നു. അതുപോലെ നേരെ പിന്നിലായി അദ്ദേഹത്തിന്റെ നേരെ പിന്നിൽ അബൂ ത്വൽഹ റളിയല്ലാഹു നിന്നു. അബൂ ത്വൽഹയുടെ പിന്നിലായി ഉമ്മു ത്വൽഹ റളിയല്ലാഹു അൻഹു. മയ്യിത്ത് നിസ്കാരത്തിന്റെ രീതി അതാണ്. ഇനി ഒരു കൂട്ടം സ്ത്രീകൾ മാത്രം ഒരു ളുഹ്റോ അസ്റോ ഫർളായ നിസ്കാരം നിസ്കരിക്കാൻ ഒരു 8 or 10 സ്ത്രീകളുണ്ട്. അതിൽ ഒരാൾ ഇമാമ് നിൽക്കണം. ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് നിൽക്കുന്ന സ്ത്രീ എവിടെ നിൽക്കണം? ആ സ്ത്രീകൾ മുഴുവൻ ഒറ്റ സൊഫായിട്ടാണ് നിൽക്കേണ്ടത്. ഒറ്റ സൊഫ്. ആ സൊഫിന്റെ നടുവിൽ ഇമാമായ സ്ത്രീ നിൽക്കുക. പുരുഷന്മാർ മുന്നിലേക്ക് കയറി നിൽക്കുന്നത് പോലെ ഇമാമായ സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ മുന്നിലേക്ക് കയറി നിൽക്കേണ്ടതില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്ത്രീകൾക്ക് വേണ്ടി നമസ്കരിച്ചപ്പോ അവർ ഇമാമത്ത് നിന്നു. അവർ ഇരുവരും നിന്നിരുന്നത് സൊഫിന്റെ നടുവിലാണ്. സ്ത്രീ ഒരിക്കലും പുരുഷൻ മുന്നോട്ട് കയറി നിൽക്കുന്നത് പോലെ കയറി നിൽക്കേണ്ടതില്ല എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ സുന്നത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ യാതൊരു വിലയും പ്രാധാന്യവും ഇല്ല. ആളുകൾ അവനവര് തോന്നിയതുപോലെ ചെയ്യുന്നു എന്ന് മാത്രം.